ഇത് കണ്ടോ, ഞങ്ങളുടെ ആപ്രിക്കോട്ടിൽ നിറയെ പൂവുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം കൊഴിഞ്ഞു പോയിട്ട് എല്ലാം തന്നെ കായായിട്ടുണ്ട്. ഈ മരത്തിന്റെ എല്ലാ കൊമ്പിലൂടെയും ആപ്രിക്കോട്ട് പിടിച്ച് നിൽക്കുക. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. അതിന്റെ അങ്ങേ വർഷം ഇതുപോലെ ഫുള്ള് നിറച്ച് കായായിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ ആപ്രിക്കോട്ട് ഒരു വർഷം മച്ചുറായ കൊമ്പിലെ കായ ഉണ്ടാവുള്ളൂ. അപ്പൊ കഴിഞ്ഞ വർഷം ഇത് തളർത്ത് വന്നു, പക്ഷെ കായൊന്നും ഉണ്ടായിട്ടില്ല. ആ സെയിം കൊമ്പിലാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. പിന്നെ കാണിച്ചത് നെക്ടറിനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മേടിച്ചു വെച്ചതാണ്. ഇപ്രാവശ്യം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. പിന്നെ സ്ട്രോബെറീസ് ഒക്കെ നന്നായിട്ട് പൂത്ത് ചെറിയ കായകളൊക്കെ ആയിട്ടുണ്ട്. രാവിലെ തന്നെ ഈ ഒരു ബ്ലൈൻഡിന്റെ പണിയായിരുന്നു ഉച്ചയ്ക്ക്. ഇത് ഞങ്ങളുടെ ബാക്കിലുള്ള പെർഗോള. അപ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിലൊരു മരം നിപ്പുണ്ട്. അപ്പം ആ മരത്തിൽ നിന്ന് പൂക്കളൊക്കെ ഉണ്ടായിട്ട് അത് ഈ കാറ്റൊക്കെ അടിച്ച് ഫുള്ള് ഞങ്ങളുടെ പെർഗോളയിൽ വീഴുമായിരുന്നു. അപ്പം ഇതാണ് ആ മരം. അതിനകത്ത് നിറച്ച് പൂവും കായ്കളും ഒക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കായ്കൾ. അപ്പോൾ അതെല്ലാം പെർഗോളയിലോട്ട് വീഴുന്നത് കൊണ്ട് അവിടെ ഒരു ബ്ലൈൻഡ് ഇട്ടതാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബണ്ണിങ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ചതാണ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇത് ഇടണമെന്ന്. അങ്ങനെ അവസാനം അത് ചെയ്തു. അപ്പോൾ അപ്പൂസ് തന്നെ കണ്ടുപിടിച്ച് അവിടേക്ക് ആണി പൊങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനത് അടിച്ച് താക്കുമായിരുന്നു. ഞാനും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് നടപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു സൂപ്പർ പാൻ കേക്ക് ഉണ്ടാക്കി. സോഡയും മൈദയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്യട്ടോ. കാരണം ഇതൊരു കുക്കിംഗ് ചാനൽ അല്ല. പിന്നെ ഞാൻ ചില ഇതുപോലുള്ള റെസിപ്പീസ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഹണിയോ മേപ്പിൾ സിറപ്പോ കൂട്ടി കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ.